ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവ്. ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയതാണ് എന്ന വാദം നിലനിൽക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിൽ വളരെ ക്രൂഷ്യലായ, അങ്ങേറ്റം നിർണായകമായ ഒരു പരാമർശവും ഉത്തരവുമാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഏത് കേസിലാണ്, ഏത് ഹർജിയിലാണ് ഈ വിധി വന്നിരിക്കുന്നത്? ഇത് നിലവിലുള്ള ഭൂതർക്കത്തിലെ അന്തിമ ഉത്തരവായി കണക്കാക്കാൻ കഴിയുന്നതാണോ? വിജയകുമാർ, നേരത്തെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. എന്നാൽ അന്വേഷണ കമ്മീഷന്റെ പ്രവർത്തനം റദ്ദു ചെയ്തുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഉത്തരവിറക്കി. അത് ചോദ്യം ചെയ്ത് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണവും ഉത്തരവും വന്നിരിക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവിനോട് ചേർത്ത് വെച്ച് പറയുന്നത്. 1950 ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വഖഫ് അല്ലാതായെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. മുനമ്പത്തേത് വഖഫ് ഭൂമി ആണെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. പക്ഷേ ഇത് ഗണ്ണിക്കുന്നതാണ് ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഇത് മുനമ്പം നിവാസികളെ സംബന്ധിച്ച വലിയ ആശ്വാസം നൽകുന്നതാണ്. ഏകദേശം ഒരു വർഷത്തോളം പിന്നിടുകയാണ് മുനമ്പത്തെ ഭൂസമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നേരത്തെ വഖഫ് ഭേദഗതി വന്ന ഘട്ടത്തിൽ അവർ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. വഖഫ് ഭേദഗതി വന്ന ഘട്ടത്തിൽ അവർക്ക് ഈ ഭൂമി അവരുടേതാണെന്ന് സ്ഥിരീകരിക്കാനാകും. പക്ഷേ അതെല്ലാം നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതിയുടെ ഉത്തരവ്, അതായത് ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി ഉത്തരവിൽ വ്യക്തമാക്കുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, അതൊരു ഗിഫ്റ്റ് ഡീഡായിട്ട് ഫറൂഖ് കോളേജിന് നൽകിയതാണ്. അത് വഖഫ് ഭൂമി എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. 69 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു ആരോപണവും അല്ലെങ്കിൽ ഒരു പരാതിയുമായി വഖഫ് എത്തുന്നതിൽ തന്നെ എന്താണ് അതിന്റെ പശ്ചാത്തലം? ഇത്രയും നാൾ ഉറങ്ങുകയായിരുന്നോ എന്നൊരു ചോദ്യമാണ് കോടതിയുടെ പരാമർശവുമായി വന്നിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ, പ്രധാനപ്പെട്ട, സുപ്രധാനമായ നിരീക്ഷണമാണ് മുനമ്പം ഭൂവിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നടന്നിരിക്കുന്നത്. ഇത് നിലവിൽ മുനമ്പം ട്രിബ്യൂണലിന് മുൻപിൽ ഈ ഹർജിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും പരിഹാരങ്ങളും കേസും ഒക്കെ നടക്കുകയാണ്. അതിനിടയിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഇത്തരത്തിലുള്ള സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിഷ്ണു, ഒരു നിമിഷം. ഇപ്പോൾ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സി എൻ രാമചന്ദ്രൻ നായർ സാർ, ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കോടതി പരാമർശമുണ്ടല്ലോ, അതായത് ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയതാണ്, ആ വാദം നിലനിൽക്കുമെന്ന് ഇപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഇതോടെ വഖഫ് ബോർഡിന്റെ ആ മേഖലയിൽ, ആ ഭൂമിയിലെ ക്ലെയിം ഇല്ലാതായിരിക്കുകയല്ലേ ഈ പരാമർശത്തോടെ, അല്ലെങ്കിൽ ഈ കോടതി നിരീക്ഷണത്തോടെ? കോടതിയില് ഡിവിഷൻ ബെഞ്ചിലുണ്ടായിരുന്ന അപ്പീല് കേരള ഗവൺമെന്റ് മുനമ്പം കമ്മീഷൻ നിയമിച്ചതിനെതിരായിട്ട് സിംഗിൾ ജഡ്ജിയുടെ വിധിക്കുള്ള അപ്പീലിനെതിരായിട്ടുള്ള അപ്പീലായിരുന്നു. വഖഫ് ആണോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം സിംഗിൾ ജഡ്ജി ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഡിവിഷൻ ബെഞ്ച് കമ്മീഷൻ നിയമനത്തിനെ ശരിവെച്ചു. കമ്മീഷൻ നിയമനത്തിനെ തൽക്കാലികമായിട്ട് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ തന്ന് അന്ന് കമ്മീഷന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകാൻ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് കമ്മീഷൻ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കി മെയ് മാസം അവസാനത്തോടെ ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ സിംഗിൾ ജഡ്ജിയുടെ വിധിക്ക് കുറച്ചുകൂടെ വിപുലമായിട്ട് ഹൈക്കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് വഖഫിനെ കുറിച്ച് തീരുമാനിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിധി അങ്ങനെയാണെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല മുഴുവൻ. പക്ഷേ അങ്ങനെ ഒരു ഡിവിഷൻ ബെഞ്ച് വിപുലമാക്കി കുറച്ചുകൂടെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, മെറിറ്റിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാധ്യതയെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഈ കമ്മീഷന്റെ ഏതാണ്ടൊരു നിഗമനവും ഇതേ പാതയിൽ തന്നെ ആയിരുന്നു എന്നാണ് അങ്ങനെ ആയിരുന്നില്ലേ? ആ കമ്മീഷന്റെ നിഗമനവും ഏതാണ്ട് ഇതേ വഴിക്ക് തന്നെ ആയിരുന്നില്ലേ? അല്ല, കമ്മീഷന്റെ നിഗമനം, കമ്മീഷന് വഖഫ് വസ്തുവാണോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കുന്ന കമ്മീഷൻ അധികാരപരിധി പെടുന്നതല്ലെന്നാണ് കമ്മീഷൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിലും ആത്യന്തികമായി സാർ, അവിടുത്തെ ആളുകൾ, അവിടുത്തെ ജനങ്ങൾക്ക് അല്ല, ഇപ്പൊ കോടതിയുടെ തീരുമാനം ഫൈനൽ തീരുമാനം പോലെയാണ് കണ്ടത്. അതെ അതെ അല്ല അത് കോടതി ഇനിയിപ്പോഴും സാർ സൂചിപ്പിച്ചതുപോലെ അതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യച്ചാൽ ഒരു അപ്പീൽ കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കാത്ത കാര്യങ്ങൾ, അല്ലെ പറയാത്ത കാര്യങ്ങൾ തീരുമാനിച്ച ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അറിയില്ല ഏത് രീതിയിൽ വരും അതിനെതിരായിട്ടുള്ള വിധികൾ.
അത് ഇനിയിപ്പോൾ അതിന്റെ മേൽക്കോടതിയിലേക്ക് പോകുമോ പോകില്ലയോ എന്നുള്ള ഒരു വേറൊരു വിഷയം. പക്ഷേ ഇത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സർക്കാർ കൊടുത്ത അപ്പീലിൽ സിംഗിൾ ബെഞ്ച് പരിഗണിക്കാത്തതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ പരിഗണിച്ച് അതിന്റെ മെറിറ്റിൽ ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ആ ഉത്തരവ് എന്തായാലും ആ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നതാണ്. ആത്യന്തികമായി തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അനുകൂലമായ വിധിയാണ്. അതെ അതെ. പക്ഷെ അതിന്റെ സാധുതയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കരുതിയാൽ ഡിവിഷൻ ബെഞ്ച് പുതിയ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഹൈക്കോടതിയാണ് റിറ്റ് ജുറിസ്ഡിക്ഷനാണ്. വിപുലമായ അധികാരങ്ങൾ ഹൈക്കോടതിക്കുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിൽ അതിനെ സുപ്രീം കോടതി ന്യായീകരിക്കാൻ ഒക്കുമായിരിക്കും എനിക്കറിയില്ല. ഏതായാലും ഇത് ഒരു അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ആത്യന്തികമായി അവർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. അതാണ് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ കഴിയുക. അവരെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ റിലീഫാണ് ഇത്. അന്തിമമായിട്ട് തീരുമാനമാണ് അവർക്ക് അനുകൂലമായിട്ടുള്ളത്. ഈ ജഡ്ജ്മെന്റ് ശരിയായ പിന്നെ അവർക്ക് യാതൊരു സഹായവും ആരുടെയും ആവശ്യമില്ല. ശരി, വളരെ നന്ദി ശ്രീ ജസ്റ്റിസ് CN രാമചന്ദ്രൻ സാർ പ്രതികരിച്ചത്. എന്തായാലും ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയതാണെന്ന വാദം നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അന്തിമ വിധിക്ക് സമാനമാണ് ഈ പരാമർശം എന്നതിൽ തർക്കമില്ല എന്നാണ് പൊതുവെ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മേൽക്കോടതിയിൽ ഇനിയും പോകുമോ ഇല്ലയോ എന്നത് ഈ ഘട്ടത്തിൽ നമുക്കറിയില്ല. ഇപ്പോഴിതാ ദേവസ്വം മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം ഇപ്പോൾ VN വാസവൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുകയാണ്. ഈ ഹൈക്കോടതി ഉത്തരവ്, ദേവസ്വം വിജിലൻസിലെ പരാമർശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ എന്താണ് ദേവസ്വം വകുപ്പിന് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.